ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു സാങ്കല്പിക കലാരൂപം. പഞ്ചവൻ കാട്ടിലെ നരഭോജികൾ. പണ്ട് നിബിഡവനങ്ങളായിരുന്നു നമ്മുടെ നാട്. യക്ഷികളും ഗന്ധർവന്മാരും ഭൂതപേത പിശാചുക്കളും നിർബാധം വിഹരിച്ചിരുന്ന ഒരു കാലം. അങ്ങനെയൊരു കാലത്ത് നടന്നുവെന്ന് കരുതപ്പെടുന്ന ഒരു കെട്ടുകഥയെ അല്ലെങ്കിൽ വായ്മൊഴിയെ അടിസ്ഥാനമാക്കി ശ്രീ PV ശിവൻ രചിച്ച ഫാൻറ്റസിയും റിയലിസവും ഇടകലർന്ന ഒരു ലഘുനാടകം. രംഗത്ത് സർവശ്രീ മണികണ്ഠൻ നായർ, ജയശേഖർ, U ഗോപാൽ, BG രഘുനാഥ്, GR ജയകൃഷ്ണൻ, കൃഷ്ണകുമാർ, സതീഷ് ചന്ദ്രൻ, ആൻഡോ ബോണിഫേസ്, V മാധവൻ, S രാജേന്ദ്രൻ നായർ, ജസ്റ്റീഷ്യ ആൻഡോ, ലതാകുമാരി, ഗീതാ നായർ, രശ്മി ജയൻ എന്നിവർ. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ശ്രീ ജോയ് BJM സ്റ്റുഡിയോ തൈക്കാട്. സംവിധാനം ജയൻ തൊഴുവങ്കോട്. രചന മാർഗനിർദ്ദേശം ശ്രീ PV ശിവൻ. ശബ്ദം നൽകിയവർ ജയൻ തൊഴുവങ്കോട്, PV ശിവൻ. വിഘ്നകാരനായ ഗണപതി ഭഗവാനും ശേഷം സഭാവാസികൾക്കും നമസ്കാരം. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. കേമം തന്നെ. ഓ ഹാഹാ, നേരത്തെ എത്തിയോ? ഓണമായതുകൊണ്ടാകാം കുംഭയൊക്കെ പെരുത്തിരിക്കുന്നു. ഹായ് ഹായ്, കാളനും ഓലനും പരിപ്പും പപ്പടവും വിവിധ പായസങ്ങളും കൂട്ടി മൃഷ്ടാന്നം ഒരു ഭോജനം അല്ലേ? ഹായ്, രാവിലെ തന്നെ സേവിച്ചിട്ട് വന്നിരിക്കുന്നു. ഇപ്പോഴൊക്കെ ഓണം സേവയിലാണല്ലോ. ശിവ ശിവ, കാലം പോണ പോക്കേ. ദേ 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 നോക്കിയേ, കഥകളിക്കാരിയെ പോലെ മുഖമൊക്കെ തൊടുത്തിരിക്കണു. ഇപ്പോ മേക്കപ്പുകാർക്കൊക്കെ വലിയ കോളാ. ഇതൊക്കെ കാണാനും കേൾക്കാനും കാരണക്കാരനായല്ലോ. ശിവ ശിവ, വയസ്സായിട്ട് തലമുടി കറുപ്പിച്ച് ചുണ്ടും ചുവപ്പിച്ച് വാലിട്ട് കണ്ണെഴുതി ഈ 71-കാരിയെ 17-കാരിയുടെ പകിട്ടിലാ വന്നിരിക്കുന്നത്. കണ്ടില്ലേ ആ നടപ്പ്? കണ്ടില്ലേ? ചിലപ്പോ അരയന്നം പോലെ, ചിലപ്പോ കാലിലാണിയുള്ളവരെ പോലെ ചാടി ചാടി വാർദ്ധക്യം അനുഭവിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. അപ്പോ ചാക്യാരുടെ കഥ കേൾക്കാനും എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? കഥ കേട്ടുറങ്ങിയാലും പരിഭ്രമിക്കരുത്. എന്താ? അപ്പോ നമുക്ക് കഥ അങ്ങോട്ട് തുടങ്ങാം. എന്താ, തുടങ്ങിയല്ലേ? എന്താ അദ്ദേഹത്തിന് അത്ര അങ്ങോട്ട് രസിച്ചില്ല എന്നുണ്ടോ? ആ മോന്തായം കണ്ടില്ലേ? കഷായം കുടിച്ച പോലെ. രാവിലെ ഭാര്യമായി അലസ്വരം കൂടിയോ? അതൊക്കെ ഇപ്പൊ ഒരു ഫാഷനല്ലേ. ഈ മൊബൈൽ വന്നതിന് ശേഷം അലസ്വരം കൂടാൻ പ്രത്യേക കാരണം വല്ലതും വേണോ? വേണോ? എന്താ എന്താ എന്തെങ്കിലും പറഞ്ഞോ?
ആ കഥ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ നായിക വരവ് അറിയിച്ചു കഴിഞ്ഞു. പഞ്ചവൻ കാടടയ്ക്കുവാണ് ഘോരരൂപിണിയായ ഒരു സുന്ദരേക്ഷി. പഞ്ചവർണ്ണക്കിളി ചന്തൻ ചമഞ്ഞ പഞ്ചവൻ കാട്ടിലെ നീലി. ആ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടാകും. ദേ കണ്ടില്ലേ? കണ്ടിട്ട് വിദ്വാനാണെന്ന് തോന്നുന്നു. വായിച്ചാലും വായിച്ചില്ലേലും ഈ വിദ്വാൻമാർക്ക് ഒരു ക്ഷാമവുമില്ലല്ലോ. നമ്മുടെ മന്ത്രിമാരെ കണ്ടിട്ടില്ലേ? ശിവ ശിവ, എന്താ പറയാ. പണ്ട് 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 നടന്ന കഥയാണേ. അന്നേ ഈ പ്രദേശം മുഴുവൻ നിബിഡവനങ്ങളായിരുന്നല്ലോ. പഞ്ചവൻകാട്. ഈ CV രാമൻപിള്ളയുടെ കഥ വായിച്ചു കാണും അല്ലേ? വായിച്ചിട്ടില്ലേ? ഉണ്ട്. ഇന്നത്തെ പോലെ അല്ല. കെട്ടിടങ്ങളും കാറുകളും ഒന്നുമില്ലാതിരുന്ന കാലം. കാട്ടിലെ ഒറ്റയടിപ്പാതയിലൂടെ നടരാജനായി വേണം യാത്ര ചെയ്യാൻ. കൂട്ടിനെ പാമ്പും കാട്ടുമൃഗങ്ങളും ഭൂതപ്രേത പിശാചുക്കളും. സസ്യലതാദികളും വള്ളിപ്പടർപ്പുകളും കള്ളിപ്പാലകളും ഇലഞ്ഞിമരങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന ഇരുളടഞ്ഞ വഴികൾ. ഘോരരൂപിണികളായ പക്ഷികളുടെയും ഗന്ധർവന്മാരുടെയും ഘാരകേന്ദ്രങ്ങളായിരുന്നു നാടും കാടുകളും. മന്ത്രവാദികളാൽ തളയ്ക്കപ്പെട്ട് പാലമരങ്ങളിലും ഇലഞ്ഞിമരങ്ങളിലും മോക്ഷം കാത്തു കിടന്ന് എത്രയെത്ര രൂപികൾ സുന്ദരികളായി ചമഞ്ഞ് മുറുക്കാൻ കൊടുത്ത് മോഹിപ്പിച്ച് ആണുങ്ങളുടെ രക്തമുറ്റി കുടിച്ച യക്ഷികൾ നിറഞ്ഞ കാടുകൾ. ദേ ആരോ ഈ സമയത്ത് ആരൊക്കെയോ ഈ വഴി വരുന്നുണ്ടല്ലോ. ആരാണത്? ആരാണത്? നമുക്ക് നോക്കാം. എന്താ പരമുവേ, ആ തോർത്ത് കൊണ്ട് പുറമൊന്നും വീശി തരിക. കാടാണെങ്കിലും ചൂട് അസഹനീയം. ഒരു ഇല്ല പോലും അനങ്ങുന്നില്ല. പകൽ നേരത്തെ ഇരുണ്ട് തുടങ്ങുന്നു. മഴയുടെ കോളുണ്ടോ? നോം ഇരുട്ടുന്നതിന് മുമ്പ് ഇല്ലത്ത് എത്തുമോ എന്നാണോ നായരെ? കള്ളക്കർക്കിടകമല്ലേ തിരുമേനി? കാറും കോളും ഇരുളും വെളിച്ചവും ഒക്കെ മാറി മാറി വരുമേ. നേരം ഉച്ചയായിട്ടേ ഉള്ളൂ. നീ എന്താ പരിങ്ങി നടക്കുന്നത്? ബോഷൻ കാട്ടിലെ കരിയിൽ അനങ്ങിയാൽ മതി പേടി തൊണ്ടൻ. നാണു, നിനക്കെന്താ പേടിയുണ്ടോ? നോം കൂടെ ഉള്ളപ്പോൾ നീ ആരെയാ ഭയക്കുന്നത്? അടിയനെന്തോ അകാരണമായൊരു ഭീതി. എരണം കെട്ട ആ മൂത്തിയേവിയല്ലേ ശബരം വന്നത്. നടന്നോളുക, ഒന്നും സംഭവിക്കില്ല.
നമുക്ക് ഈശ്വരകൃപ വേണ്ടുവോളമുണ്ട്. നേരം ഇരുട്ടുന്നതിന് മുമ്പ് ഈ കാടിൻ്റെ മറുവശം എത്തണം. പരമനായരെ, ഒരു മുറുക്കാൻ കൂടി ആകാം. എന്താ? പുകയില ഏറിയാലും വാസനപ്പാക്ക് കുറയ്ക്കണ്ട. ചുണ്ണാമ്പ് ലേശം കുറച്ചോളൂ. ഓ, എടുക്കാമേ. നല്ല മണം. കാട് മുഴുവൻ പാല പൂത്തിരിക്കുന്നു. ശപ്പൻ, ഇത് എലഞ്ഞിപ്പൂവിൻ്റെ മണമാണ്. പാലപ്പൂ മണവും എലഞ്ഞിപ്പൂ മണവും ഇനി എന്നാണാവോ താൻ തിരിച്ചറിയാ? വശ്യഗന്ധമുള്ളത് എലഞ്ഞിപ്പൂവിനല്ലേ? ഹാവൂ, ആശ്വാസമായി. ആളനക്കമുണ്ട്. ചിരി കേട്ടില്ലേ? ആരോ ഈ വഴി വരുന്നുണ്ട്. ഓ, അത് സ്ത്രീകളാണെന്ന് തോന്നുന്നു. ഈ കാട്ടിൽ അവർ... ഓ, അത് കൊള്ളാം. പൂ പറിച്ച് കളിച്ച് ആടിപ്പാടിയാണ് വരവ്. ലലലാ മണികൾ ലലലാ മണികൾ, ഇങ്ങോട്ട് തന്നെയാണ് വരവ്. ശകുനത്തിൻ്റെ ഒരു കുഴപ്പമില്ല. ശൂദ്ര സ്ത്രീകളുടെ ശകുനത്തിൻ്റെ ഒരു മെച്ചമേ, കണ്ണിന് നല്ല കാഴ്ച തന്നെ. ഹൈ എടാ, വേശ്യകളും ജാതിഭ്രഷ്ടന്മാരും ശകുനം വരുന്നതും അവരെ കണി കാണുന്നതും നല്ലതാണെന്നല്ലേ പഴമൊഴി? പഴമൊഴിയിൽ പതിരില്ല. മൂദേവിയുടെ ശകുനത്തിന് എന്താ കുഴപ്പം നാണുനായരെ? ഒരു കുഴപ്പവുമില്ല. അങ്ങ് നടന്ന് ക്ഷീണിച്ചിരിക്കുവാണല്ലോ. മധുരപ്പാക്കും നല്ല ചുണ്ണാമ്പും തളർവെറ്റിലയും കൂട്ടി ഒരു മുറുക്കാൻ കൂടി ആയാലോ? ബഹുകേമൻ തന്നെ. നമുക്കിത് ഇഷ്ടമാണെന്ന് ഭവതി എങ്ങനെ അറിഞ്ഞു? ആവാലോ ആവാലോ, പെരുത്ത സന്തോഷം. മുമ്പത്തെ മണം തന്നെ. എന്തൊരു വാസന! ഇലഞ്ഞിപ്പൂ മണമാണെന്ന് വെറുതെ ധരിച്ചു. മുല്ലപ്പൂവിന്റെ സൗരഭ്യം. ഞങ്ങളുടെ വാസസ്ഥലം ഇവിടെ അടുത്താണ്. അവിടെ അല്പസമയം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. വിരോധമില്ല. ഒന്ന് കുളിക്കണം, അത്രേ ഉള്ളൂ. ആകെ വേർത്ത വശായി. എന്നിട്ട് നന്നായി ഒന്ന് മുറുക്കുകയും ചെയ്യാം. വേണ്ടി വന്നാൽ ഒരു അന്തി കഴിച്ച് കൂട്ടുകയും ആവാം. എന്താ പരമനായരെ? വളരെ സന്തോഷം. 3 പേർക്കും പ്രത്യേകം പ്രത്യേകം ഏർപ്പാടുകൾ ചെയ്യാം. ക്ഷീണം മാറ്റാൻ കാളനും ഓലനും സംഭാരവും കൂട്ടി ഒരു ശാപ്പാടും തരപ്പെടുത്താം. ഓ, ആയിക്കോട്ടെ. പരമു, നാണുനായരെ, എന്താ കുന്തം വിഴിഞ്ഞതുപോലെ രണ്ടാളും നിൽക്കുന്നത്? കയ്യിൽ വന്ന സൗഭാഗ്യം തട്ടിക്കളയരുത്. വരൂ, ഒന്നും ആലോചിക്കണ്ട. അത് വേണോ തിരുമേനി? നേരം ഇപ്പൊ തന്നെ. വരൂന്നേ, വരൂന്നേ. കുറച്ചു നേരം അവിടെ തങ്ങാം. ഞങ്ങളുടെ ഭാഗ്യം. വരൂന്നേ.
ഹായ്, നേരിട്ട് കണ്ടില്ലേ? എന്തുണ്ടായി എന്ന് പറയേണ്ടതില്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ അതുവഴി വന്നവർ കണ്ടതേ. എന്താ എന്താ കണ്ടേ? ശിവ ശിവ, പനിയുടെ ചോട്ടിൽ കിടക്കുന്നു ഈ എല്ലും മുടിയും പല്ലും നഖങ്ങളും സ്ത്രീലമ്പടന്മാരായ നിരവധി പുരുഷന്മാരുടെ ശവപ്പറമ്പാണ് ഈ പഞ്ചവൻകാട്. ഘോരരൂപിണികളായ രക്തരാഗികളായ ലക്ഷ്മിമാരുടെ വിഹാരരംഗം. ഇവരിലെ പ്രധാനി ആരാ? അറിയോ ആരാ? നീലി എന്ന സുന്ദരയക്ഷി നാട്ടിലും കാട്ടിലും വിലസിയിരുന്നു. ഇവളെ പേടിച്ച് പകൽ പോലും പുരുഷന്മാർക്ക് യാത്ര ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാലം. പെണ്ണുങ്ങൾ തല തല്ലി വിളിച്ചു, കൊല്ലല്ലേ സുന്ദരയക്ഷി, ആണുങ്ങളെ കൊല്ലല്ലേ സുന്ദരയക്ഷി, ഞങ്ങളുടെ ആണുങ്ങളെ കൊല്ലല്ലേ സുന്ദരയക്ഷി. കേട്ടില്ലേ? പേര് കേട്ട മന്ത്രവാദികളിൽ ചിലർ ആ യക്ഷികളെ തറയ്ക്കാൻ നോക്കി. ഹോ, അവരൊക്കെ ശാപം കൊണ്ട് മൂത്രം മുട്ടി മരിച്ചതല്ലാതെ യക്ഷികളിൽ ഒരാളെപ്പോലും പരിധിയിലാക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരു നമ്പൂതിരി വേദഗ്രന്ഥവുമായി കാട്ടിലൂടെ നടന്നു വരുന്നത് കണ്ട് യക്ഷിക്ക് തൊടാൻ കഴിഞ്ഞില്ല. മുമ്പ് കണ്ട നമ്പൂതിരിയെ പോലെ യക്ഷിയുടെ ആതിഥ്യം സ്വീകരിച്ച് അയാളുടെ ഗ്രന്ഥം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അപകടം മണത്ത അയാൾ ഗ്രന്ഥത്തിൽ കെട്ടിപ്പിടിച്ച് മന്ത്രങ്ങൾ ഉരുട്ടു. നേരം അങ്ങട് വെളുത്തപ്പോൾ പനയുടെ മുകളിൽ ഇരുന്ന് നമ്പൂതിരിയെ കാട്ടുജാതിക്കാരും ചെറുമികളുമാണ് രക്ഷിച്ചതെന്ന് കേട്ടു. ചാക്യാരെ, പിന്നെ എന്ത് സംഭവിച്ചു? ആരെങ്കിലും നീലിയെ ബന്ധിച്ചോ? അതോ ആണുങ്ങൾ ചത്തൊടുങ്ങിയോ? ഹായ്, പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കാട് കയറി. അതേ, സംഭവിച്ചു. ഈ സുന്ദരയക്ഷിയെ ആരെങ്കിലും തളയ്ക്കണ്ടേ? എല്ലാ മാന്ത്രികരും ഭയന്ന് മാറിയപ്പോൾ അതാ മഹാമാന്ത്രികനായ സൂര്യകാലടി ഈ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നു. മാതാപിതാക്കളും ഗുരുക്കന്മാരും വിലക്കിയിട്ടും ജീവൻ തൃണവൽക്കരിച്ച് ഒരു നാടിനെ രക്ഷിക്കാൻ സൂര്യകാലടി നമ്പൂരി തയ്യാറായി. ഇനി എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? എന്താ, എന്തെങ്കിലും നടക്കും. മഹാമാന്ത്രികനല്ലേ? ശിവ ശിവ, എന്താ നടക്കണെന്ന് നമുക്ക് അങ്ങോട്ട് നോക്കാം. എന്താ? കേശവ, ആ അരത്തം കലക്കിയ വാർപ്പ് എൻ്റെ മുന്നിലേക്ക് അടുപ്പിച്ച് വെച്ചോളൂ. നാം മന്ത്രകർമ്മങ്ങളിലേക്ക് കടക്കുന്നു. എല്ലാവരും സൂക്ഷിച്ചിരിക്കണം. ദൈവനാമം ഉരുവിടണം. പരസ്പരം
കൈകൾ ബന്ധിച്ചിരിക്കുക. നീചാത്മാക്കളായ യക്ഷികൾ പല തന്ത്രങ്ങളും ഉപയോഗിക്കും, പല രൂപങ്ങളിൽ വരും. ഭയക്കരുത്, ഒന്നും ഉരിയാടരുത്. ഹേമാഭാമതി മോഹനമതുലഭൂഷാലങ്കൃതം പുഷ്പിതോ ധ്യാനേ വീനയോധ രഞ്ജിതതനും മന്ദാര നഗ്നികാം കാമാവേശ വിചാരിതാം കരയുഗേന സ്പർശിതോരു കുജാം ധ്യാനേത് മോഹനരൂപ യക്ഷിമനിശം ത്രൈലോക്യം വശ്യം പ്രഥം ക്ലിം ക്ലിം മോഹനയക്ഷീണി സർവവശ്യം ഫട് ഫട് സ്വാഹാ. ശ്രീം ശ്രീം യക്ഷിണി ഹം ഹം ധ്യും സ്വാഹ. ക്ലിം ക്ലിം മോഹനയക്ഷീണി സർവവശ്യം ഫട് ഫട് സ്വാഹാ. ശ്രീം ശ്രീം യക്ഷിണി ഹം ഹം ധ്യും സ്വാഹ. ക്ലിം ക്ലിം മോഹനയക്ഷീണി സർവവശ്യം ഫട് ഫട് സ്വാഹാ. ശ്രീം ശ്രീം യക്ഷിണി ഹം ഹം ധ്യും സ്വാഹ. ക്ലിം ക്ലിം മോഹനയക്ഷീണി സർവവശ്യം ഫട് ഫട് സ്വാഹാ. നീ അടങ്ങുകയില്ല അല്ലേ? മര്യാദയ്ക്ക് ഈ മന്ത്രത്തറയിലേക്ക് കടന്നിരിക്ക. ഇല്ലെങ്കിൽ നിന്റെയും നിന്റെ കുലത്തിൻ്റെയും സർവനാശമായിരിക്കും. വേഗം കടന്നിരിക്കേ. ഇല്ല ഇല്ല, നിനക്കതിനാവില്ല. എന്റെ ദാഹം തീർന്നിട്ടില്ല. നിന്നെയും
സൂര്യകാലടിയാണ്. നീ പലരുടെയും രക്തം കുടിച്ചു, മന്ത്രവാദികളെ മഹാമുനികളെ ശപിച്ച് നശിപ്പിച്ചു. നിന്റെ തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോവില്ല. വരൂ, ഈ തറയിലേക്ക് വരൂ, കടന്നിരിക്കുക. ഇല്ല ഇല്ല ഇല്ല, എനിക്കതിനാവില്ല. ഞാൻ നിന്നെ ഇല്ലാതാക്കും. ഇരിക്കൂടെ. ഇരിക്കൂടെ. വേണ്ട വേണ്ട, ഞാൻ വരാം, ഞാൻ വരാം വരാം. നിന്നെ നിന്നെ ഞാൻ ശപിക്കുന്നു. നീ നിന്റെ മുൻഗാമികളെ പോലെ മന്ത്രതാന്ത്രിക വിധികൾ മറന്ന് മൂത്രം മുട്ടി മരിക്കട്ടെ. നീയും നിന്റെ സന്തതി പരമ്പരകളും. ഇല്ല ഇല്ല, നിന്റെ ശാപം എനിക്കേക്കില്ല. അതിനുള്ള മന്ത്രതന്ത്ര വിദ്യകൾ സ്വായത്തമാക്കിയവനാണ് ഈ സൂര്യകാലടി. നിന്നെ ഞാൻ ഈ ആണിയിലേക്ക് ആവാഹിക്കുന്നു. നീ എത്ര പേരെയാണ് തിന്നൊടുക്കിയത്? നിന്നെയും നിന്റെ വംശത്തെയും ഇന്ന് ഞാൻ ഒടുക്കും. നിനക്കിനി രക്ഷപ്പെടാനാവില്ല. സർവഭൂതേന്ദ്രിയ സംഭൂതേ ജഗത് സ്വരൂപിണി ജനനി പരാശക്തി പ്രജായേതി യക്ഷിണി യക്ഷി യക്ഷി പ്രചര പ്രചര ത്വം സ്വാഹ. പ്രചര 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 ത്വം സ്വാഹ. പ്രചര 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 ത്വം സ്വാഹ. അരുത് അരുത്, എന്നെ നശിപ്പിക്കരുത്. എന്റെ ആഗ്രഹങ്ങൾ അവസാനിച്ചിട്ടില്ല. എത്ര നാൾ ഞാൻ ഈ ബന്ധനത്തിൽ കിടക്കണം? ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. നിനക്ക് സിദ്ധികളുണ്ട്, പക്ഷേ നീചമായ പ്രവൃത്തികളാണ് നീ ചെയ്തു കൂട്ടിയത്. പഞ്ചഭൂതാത്മകമായ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്ന അമ്മ സങ്കല്പങ്ങളിൽ യക്ഷിയമ്മയ്ക്ക് പ്രഥമ സ്ഥാനമുണ്ട്. പക്ഷേ നീ അത് അർഹിക്കുന്നില്ല. ഞാൻ കീഴടങ്ങാം. പക്ഷേ എനിക്ക് ശാപമോക്ഷം ഇല്ലെന്നുണ്ടോ? എത്ര നാൾ ഞാൻ ഈ പാലമരച്ചോട്ടിൽ തറഞ്ഞു കിടക്കണം? എല്ലാ പാപങ്ങൾക്കും പരിഹാരമില്ലേ? എനിക്ക് മോക്ഷമില്ലേ? ഇനി നിനക്ക് അടുത്ത പാലമരച്ചോട്ടിൽ വിശ്രമം. എന്നെ ഇല്ലാതാക്കിയ, എന്റെ ആഗ്രഹങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട നീയും ഒരു പൂജാവേളയിൽ മന്ത്രതന്ത്ര വിധികൾ മറന്ന് മൂത്രം മുട്ടി മരിക്കട്ടെ. ശിവ ശിവ പരാശക്തി, പുസ്തകത്തിൽ കണ്ട ക്രിയകളാണല്ലോ ഞാൻ ചെയ്തത്. ഇതിന് പരിഹാരം ഇല്ലെന്നുണ്ടോ? ഇല്ല ഇല്ല, തക്ക സമയത്ത് പരിഹാരക്രിയകൾ നീ മറന്നുപോകും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിനക്ക് രക്ഷ കിട്ടും. നീ മരിച്ചാൽ നിന്റെ കുലവും ഇല്ലാതാകും.
നീ ചതിയാണ് ചെയ്തത്. നിനക്ക് ശാപമോക്ഷം തന്ന എന്നെ നീ ശപിച്ചു. അങ്ങനെ നാടും കാടും അടക്കി വാണ നീലി എന്ന സുന്ദരയക്ഷിയെയും കൂട്ടരെയും സൂര്യകാലടി ഒന്നായി തളച്ചു. നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം ആശ്വാസമായി. പക്ഷേ ഒരു കാര്യം, ദേ ആ പാലമരച്ചോട്ടിൽ അവളുണ്ടേ. ആരെങ്കിലും വന്ന് വിളിക്കുന്നതും കാത്ത് അവൾ കാത്തിരിക്കുന്നു. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. എന്താ 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 പറഞ്ഞത്? ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നോ? ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. ഈ ചാക്യാര് ഒന്ന് പോയി കഴിഞ്ഞിട്ടാകാം. എന്താ, വിളിക്കുകയോ കൂടെ താമസിപ്പിക്കുകയോ ഒക്കെ ആകാം. എന്ത്, കൂടെ കുറെ കാലായി ഇതിലും വലിയ വലിയ ഘോരയക്ഷികൾ താമസിക്കുന്നത് കൊണ്ട് നീലിയൊരു പ്രശ്നമല്ലെന്നോ? ശിവ ശിവ, കഥ പറഞ്ഞ് നമുക്ക് പൊല്ലാപ്പാകുമോ? നമ്മോടൊപ്പവും ഒരു യക്ഷിയുണ്ട്. എൻ്റെ ശിവ ശിവ.
പ്രിയമുള്ളവരെ, ഇത് പണ്ടുകാലത്ത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു കഥയുടെ രൂപാന്തരമാണ് ഈ ഒരു സ്ക്രിപ്റ്റിലൂടെ പുറത്തു വന്നത്. ഞാനത് നാടകരൂപത്തിൽ എഴുതി എന്നുള്ളതിൽ കഴിഞ്ഞ എൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായകൻ ജയൻ തൊഴുവങ്കോടാണ്. അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ്, അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ചാണ് ഇത് സിറ്റുവേഷൻസ് നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് അഭിനയിച്ച എല്ലാ ആൾക്കാരും ആരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ആൾക്കാരും കായികമായിട്ട് കുറേയധികം അധ്വാനിച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫാൻറ്റസി എന്നുള്ള നിലയിൽ കണക്കാക്കി ഇതിൻ്റെ യുക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് അംശത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു കലാരൂപം എന്ന നിലയിൽ മാത്രം ഇതിനെ കാണുക, ഇവരെ അനുഗ്രഹിക്കുക. എന്തായാലും എല്ലാ കലാകാരന്മാർക്കും അതുപോലെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ യക്ഷിയായിട്ട് അഭിനയിച്ച ജസ്റ്റീഷ്യ കുറേയധികം പരിപാടികളിൽ നിന്ന് അവിടെ അവതരിപ്പിച്ചു, ഒരുപാട് സ്ട്രെയിൻ ചെയ്തു. അതുകൊണ്ട് പ്രത്യേകം പറയേണ്ടത്, അതുപോലെ ചാക്യാരായിട്ട് അഭിനയിച്ച നമ്മുടെ മണികണ്ഠൻ, പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച മറ്റൊരാളാണ് ജയശേഖർ, ബാക്കി എല്ലാ സഹായികളാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ പേരെടുത്ത് ഒരുപാട് പേരുകൾ, നമ്മുടെ നമ്പൂതിരി, ഗോപാൽ, അത് ജയകൃഷ്ണൻ, സഹായ ജയകൃഷ്ണൻ, രാജേന്ദ്രൻ, അതുപോലെ സതീഷ് ചന്ദ്രൻ, ഗീത, ലത, രശ്മി, കൃഷ്ണകുമാർ, ആൻഡോ, രഘുനാഥ് ആൻഡ് മാധവൻ, പിന്നീട് പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. ജയൻ തൊഴുവങ്കോട്, പ്ലീസ്. ജയൻ നമ്മുടെ സംഘടനയെ പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുത്ത ആളാണ് ശ്രീ ജയൻ തൊഴുവങ്കോട്. അദ്ദേഹമാണ് മനീഷ പഞ്ചകവും ഇതും സംവിധാനം ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.